ആയുസ്സിൻ്റെ വേദമാണ് ആയുർവേദം. ഇന്നത്തെ കാലത്ത് ആയുർവേദത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ഉദയൻകുളങ്ങരയുള്ള ആയുർ അവനി മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദിക് ഹോസ്പിറ്റലിലാണ്. ഇവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും നമുക്ക് നോക്കാം. പൗരാണിക കാലം മുതൽ കേട്ടറിഞ്ഞും കാലപ്രവാഹത്തിൽ നാം അനുഭവിച്ചറിഞ്ഞതുമായ നമ്മുടെ തനത് വൈദ്യശാസ്ത്ര മേഖലയാണ് ആയുർവേദം. ഏത് സങ്കീർണമായ അസുഖത്തിനും ആയുർവേദത്തിൽ ചികിത്സയുണ്ട്. ഇത്തരത്തിൽ ആയുർവേദത്തിലെ തനത് ചികിത്സാ രീതികളുമായി തിരുവനന്തപുരം ഉദയൻകുളങ്ങരയിൽ 2008 സ്ഥാപിതമായ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റലാണ് ആയുർ അവനി. എത്ര കാലപ്പഴക്കമുള്ള രോഗത്തിനും ഇവിടെ ചികിത്സയുണ്ട്. പ്രത്യേകിച്ച് വാതരോഗങ്ങളായ സന്ധിവാതം, ആമവാതം എന്നിവയ്ക്ക്. ആയുർ അവനി ആരംഭിക്കുന്നത് 2008 മെയ് മാസമാണ്. ഏകദേശം 16ാമത്തെ വർഷമാണ് ഈ 2024. തുടങ്ങുമ്പോൾ ഇതൊരു 5 ബെഡഡ് ഹോസ്പിറ്റലായിരുന്നു. 2-3 സ്പെഷ്യാലിറ്റികൾ മാത്രമുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. ഏകദേശം 40ഓളം ബെഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. 5ഓളം സ്പെഷ്യാലിറ്റീസ്, അതായത് 3ഓളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സും അതിൻ്റെ സബ് കാറ്റഗറി ആയിട്ട് 5ഓളം സ്പെഷ്യാലിറ്റീസും ഇന്ന് അവൈലബിൾ ആണ്. മറ്റ് ആയുർവേദ ഹോസ്പിറ്റലുകളിൽ നിന്ന് ആയുർ അവനി വ്യത്യസ്തമാക്കുന്നത് തന്നെ സ്പെഷ്യാലിറ്റി അപ്രോച്ചാണ്. ഒരു ആയുർവേദ ഡോക്ടർ ഇരുന്ന് എല്ലാ രോഗങ്ങളും ചികിത്സിക്കുന്ന ഒരു രീതിയല്ല ആയുർ അവനി പിന്തുടരുന്നത്. ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ്, അതായത് പർട്ടിക്കുലർ സബ്ജക്റ്റിൽ MSO MDO കഴിഞ്ഞ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സാണ് ഓരോ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. ഓരോന്നും പഞ്ചകർമ്മമാണെങ്കിൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുണ്ട്. ഇപ്പോൾ ബാക്ക് പെയിൻ, ജോയിൻറ്റ് പെയിൻ ക്ലിനിക്ക് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഓർത്തോ വിഭാഗത്ത് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അത് നോക്കുന്നത് ഒരു പർട്ടിക്കുലർ ഡോക്ടറാണ്. അതുപോലെ നമുക്ക് വിമൻസ് ഹെൽത്ത് ക്ലിനിക്ക് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് വനിതകളുടെ ഒരു ക്ലിനിക്കുണ്ട്. അത് ഹെഡ് ചെയ്യുന്നത് ഡോക്ടർ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഈ പ്രസൂതി സ്ത്രീരോഗം, അതായത് ആയുർവേദത്തിലെ ഗൈനിക് ആൻഡ് ഒബ്സ്ട്രക്റ്റിക്സിലെ MS കഴിഞ്ഞ ഒരു ഡോക്ടറാണ്. ഇതുപോലെ ഓരോ രോഗങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ രോഗികളുടെ ഓരോ തരം കംപ്ലയിൻസിനും അതാത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് നോക്കുക എന്നുള്ളതാണ് ആയുർ അവനിയുടെ പ്രത്യേകത. ആയുർ അവനിയുടെ ഒരു ബ്രാഞ്ച് തിരുവനന്തപുരം ശാസ്ത്രമംഗലത്ത് പ്രവർത്തിച്ചു വരുന്നു. അത് ബാക്ക് പെയിൻ, ജോയിൻറ്റ് പെയിൻ ക്ലിനിക് ആൻഡ് ഐ ക്ലിനിക് എന്ന സ്പെഷ്യലൈസേഷനിലാണ് അത് പ്രവർത്തിച്ചു വരുന്നത്. അതോടൊപ്പം 15 വർഷം കഴിഞ്ഞ വർഷം ദുബായിലൊരു പ്രോജക്റ്റ് ഓണാണ്, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ പരിപാടിയായിട്ട് മുമ്പോട്ട് പോകുന്നു. ആയുർ അവനിയുടെ ഒരു സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ സ്പെഷ്യാലിറ്റി ആയുർവേദമാണ്. ഇപ്പോൾ നമുക്കൊരു ബാക്ക് പെയിൻ, ജോയിൻറ്റ് പെയിൻ ക്ലിനിക്കിലേക്ക് വന്നാൽ ആൾറെഡി സർജറി അഡ്വൈസായ, അതായത് സ്പോണ്ടിലോസിസ് കേസസോ അല്ലെങ്കിൽ ബാക്ക് പെയിൻ കേസസിൽ ആൾറെഡി സർജറി അഡ്വൈസ് ചെയ്ത കേസസ്, സർജറി ഇല്ലാതെ നമുക്ക് നമ്മുടെ ടെക്നിക്സ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നു. നല്ല റിസൾട്ട്, 80 to 100% റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതൊരു സ്പെഷ്യാലിറ്റിയാണ്. അത് ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഈ സ്പെഷ്യാലിറ്റി ആയുർവേദ കോൺസെപ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് രോഗികൾക്ക് മാക്സിമം റിസൾട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ആയുർവേദത്തിന് നേരെ യുവതലമുറ മുഖം തിരിക്കുന്നു എന്നൊരു തോന്നലും രോഗശമനത്തിന് കാലതാമസം നേരിടുന്നത് സാമ്പത്തിക ബാധ്യതയാക്കുന്നു എന്ന സോഷ്യൽ മീഡിയ വർത്തമാനവും ശരിയല്ല എന്ന് അടിവരയിടുന്നു ആയുർ അവനിയുടെ വിദേശ ബ്രാഞ്ചുകൾ. ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ വഴിയും പ്രത്യേകിച്ച് മറ്റ് സയൻസുകളുടെ, തുറന്നു പറഞ്ഞാൽ അലോപ്പതിയുടെ ഒരു കോക്കസ് തന്നെ വളരെ ശക്തമായിട്ട് ആയുർവേദ ചികിത്സകൾ അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകൾ മോശമാണ്, പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ യുവാക്കൾ കൂടുതലായിട്ട് ആ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതായതുകൊണ്ട് പറയുമല്ലോ, നമ്മൾ 10 പ്രാവശ്യം ഒരേ കളർ റിപ്പീറ്റ് ചെയ്താൽ സത്യമാവുന്നു. അപ്പോൾ അങ്ങനെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. എൻ്റെ അടുത്തും പേഷ്യൻസ് വന്നിട്ട് ഈ മരുന്ന് കഴിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് കൂടുതലും വരാത്തത്. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം, സ്ലോ ആക്ഷൻ ശരിക്കും അങ്ങനെ അല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പനി വന്നാൽ ഗുളിക കഴിച്ച 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പനി മാറാറുണ്ട്. എന്നാൽ വളരെ ചെറുപ്പം മുതൽ തന്നെ വളരെ സ്ട്രോങ് ആൻറ്റിബയോട്ടിക്സ് കഴിച്ച് പനി മാറ്റി വന്ന ഒരാൾക്ക് ഒരു 20 വയസ്സിലായിട്ട് പെട്ടെന്ന് ആയുർവേദ മരുന്ന് കൊടുക്കുമ്പോൾ റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ 1 ദിവസം കൂടെ താമസിക്കും. അതാണ് വ്യത്യാസം. ആ ഷിഫ്റ്റിന് ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം. എന്നാലും ആ ഷിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പനി തന്നെ പറഞ്ഞ് 1-2 ദിവസം കൊണ്ട് മാറും. എന്ന് പറഞ്ഞാൽ എല്ലാ ചികിത്സകൾക്കും ക്വിക്ക് ആക്ഷൻ കിട്ടും. പക്ഷേ നമ്മൾ ഹൈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ശീലിച്ചേണ്ട ഒരു പ്രശ്നങ്ങളാണുള്ളത്. രോഗത്തിൻ്റെ മൂലകാരണം കണ്ടെത്തി അതിനെ വേരോടെ പിഴുതുമാറ്റുന്ന ശൈലി പിന്തുടരുന്ന ആയുർവേദമാണ് ശരിക്കും ആയുസ്സിൻ്റെ വേദം. പിന്നെ വേറെ രീതി പറഞ്ഞ സർജറി, ഇപ്പം ഞാൻ പറഞ്ഞു ബാക്ക് പെയിൻ വന്നു അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ വന്നു, നേരെ ഇപ്പം ചെയ്യുന്നത് ഉടനെ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി.
അല്ലെങ്കിൽ ഡിസ്കിന് ഇഷ്യൂ വന്നു, ഡിസ്കെക്ടമി, പോയി കണ്ടു, ഡയഗ്നോസ് ചെയ്തു, വേറെ സൊല്യൂഷൻസ് ഒന്നും നോക്കാതെ സർജറി ചെയ്ത് അങ്ങ് പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചികിത്സ ചിലപ്പോൾ അതേ സർജറി ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ചിലപ്പോൾ 1-1.5 മാസമോ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും. രോഗിക്ക് ഡോക്ടർ കണ്ട് വിധിക്കുന്ന ചികിത്സയാണ്, അല്ലാതെ പാക്കേജസ് കൊടുക്കാൻ പറ്റില്ല. രോഗമില്ലാത്ത ഒരാൾക്ക് അപ്പം എന്തിനാണ് അവർ ചെയ്യുന്നത്? അവർ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിനായിരിക്കാം, അല്ലെങ്കിൽ അവൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ തടഞ്ഞു നിർത്താൻ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലായിരിക്കാം. അങ്ങനെ ചിന്തിക്കുന്നവർക്ക്, രോഗിയായിട്ടുള്ള ഒരാൾക്ക് അവരുടെ പ്രിഫറൻസ്, ഇപ്പോൾ 7 ഡേയ്സോ 14 ഡേയ്സോ അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് പാക്കേജ് കൊടുക്കാൻ പറ്റും. അതാണ് ഈ കർക്കിടക പാക്കേജ്. അതുപോലെ മറ്റൊരു പാക്കേജ് എന്ന് പറഞ്ഞാൽ പ്രസവ രക്ഷാ പാക്കേജ്. അതായത് നമുക്ക് ഡെലിവറി പോസ്റ്റ് ഡെലിവറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂഷ്വലി 45 ഡേയ്സ് ചെയ്യണമെന്നാണ് ട്രഡീഷൻ. പക്ഷേ ഇന്നത്തെ തിരക്കുള്ള ലൈഫിൽ 45 ഡേയ്സ് ചെയ്യാൻ പലരും വില്ലിങ് അല്ലാത്തത് കൊണ്ട് അവർക്ക് 15 ഡേയ്സ്, 20 ഡേയ്സ്, 30 ഡേയ്സ് എന്ന് പറഞ്ഞ് പാക്കേജസ് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ അതൊരു യൂഷ്വൽ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആണ്, നമുക്ക് ഒരുപാട് രോഗാവസ്ഥ വരാത്തത് കൊണ്ടാണ്. എന്നാൽ പോസ്റ്റ് ഡെലിവറിയിൽ രോഗങ്ങളുള്ളവർക്ക് അതിനനുസരിച്ചുള്ള പാക്കേജുകളാണ്. ബാക്കി എല്ലാ കാര്യത്തിലും സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റാണ്. അതായത് മറ്റ് രോഗചികിത്സാ വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആയുർവേദത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ആ കോസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എൻ്റെ പേര് ഡോക്ടർ ആര്യ. ഞാനിവിടെ വന്നിട്ട് കുറച്ച് നാളായി. ശരിക്കും പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മുടേതായ കുറേ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട് നമ്മുടെ ഈ ഹോസ്പിറ്റലിന്. അതായത് ഒരു പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ പിടിച്ച് അഡ്മിറ്റ് ചെയ്ത് അങ്ങനെയല്ല നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ. എന്താണ് പേഷ്യൻ്റെ കേസ് നമ്മൾ പേഷ്യൻ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കും. എന്നിട്ട് അവർക്ക് എന്ത് ടൈപ്പ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മൾ നോക്കും. ഇപ്പോൾ നെക്ക് പെയിൻ ആയിട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ എല്ലായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ആദ്യം അവരോട് നമ്മൾ CT, MRI, എക്സ്റേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾ ചോദിക്കും. എന്നിട്ട് അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളും പോകുന്നത്. ഇപ്പോൾ ഒരുപാട് പ്രോബ്ലം ഉള്ളൊരു MRI യോ CT ആണ് നമ്മുടെ മുന്നിൽ എത്തുന്നതെങ്കിൽ അതെന്താണ് നമ്മൾ ക്ലിയർ ആയിട്ട് എല്ലാ ഡോക്ടേഴ്സും ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ സെർവൈക്കൽ പെയിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു പെയിൻ ആയിരിക്കില്ല, അതിൻ്റെ ഇന്നർ ഡെപ്ത് ആയിട്ട് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ MRIയിൽ ഒരുപാട് ഡിസ്ക് ബൾജ് ഉണ്ടാവും. അപ്പോൾ അത് എത്ര ലെവലിൽ ഡിസ്ക് ബൾജ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് പെയിൻ കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ബൾജ് ഉണ്ട് നോക്കിയിട്ട് അത് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യും. ഫുൾ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടേതായ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയുണ്ട്. ആ സ്പൈൻ ഡിസ്ക് ബൾജ് ഉള്ളതിനെ പിടിച്ച് കറക്റ്റ് ചെയ്തിടുക എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ഡോക്ടേഴ്സ് ആരെങ്കിലും ആയിരിക്കും ചെയ്യുക. അതാദ്യം ഒരു 5 to 7 ഡേയ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നത്. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക രീതിയിൽ ബാക്കി ഹോസ്പിറ്റലിൽ വെച്ച് നോക്കുമ്പോൾ പ്രത്യേക രീതിയിൽ നിൽക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അതാണ്. പിന്നെ സ്കിൻ ഡിസീസിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റിക്ക് തന്നെ അതിൻ്റേതായ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റ് ആണ് വേണമെന്ന് വെച്ചാൽ അത് ചെയ്യും. അതുപോലെ ബാക്ക് പെയിൻ ആണെങ്കിലും സ്കിൻ ഇഷ്യൂ, സോറിയാസിസ് പോലെയുള്ള കേസസ് ആണെങ്കിൽ എല്ലാത്തിലും നമ്മൾ തന്നെ നമ്മുടേതായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കൊടുത്ത് പേഷ്യൻ്റ് എല്ലാം നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടുന്ന് ഡിസ്ചാർജായി പോകുന്നത്. ഇപ്പോൾ ഒരു 1 വീക്ക് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കില്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻ്റെ കേസ് കണ്ടിട്ട് നമ്മൾ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഇപ്പോൾ ചിലപ്പോൾ അത് 2 വീക്സിൽ മാറാവുന്ന കേസാണെങ്കിൽ 2 വീക്സ് എടുക്കും. ഇപ്പോൾ അതിനേക്കാളും ഇപ്പോൾ ഒരുപാട് ഡിസ്കിന് ബൾജുള്ള കേസാണെങ്കിൽ നമ്മളൊരു 4 to 5 വീക്സ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് മാത്രം പറയും. ഒരു റെസ്റ്റും കൂടി ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഒരു മറുപത്യം എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ ഒരു 3 വീക്സ് റെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 3 വീക്സ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 1 വീക്ക് റെസ്റ്റ്, അങ്ങനെ ഒരു 4 വീക്സ് ആയിരിക്കും നമ്മൾ പേഷ്യൻറ്റിനോട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതവർ ഓക്കെ ആണെന്നെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ആ പേഷ്യൻ്റെ കണ്ടീഷനും കൂടി അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ പേര് ജയയാണ്. വീട് എറണാകുളമാണ്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് കാലിന് ഭയങ്കര വേദനയും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പിന്നെ നടുവിനും വേദന. അങ്ങനെയായി അവിടെയൊക്കെ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ നോക്കി, പക്ഷേ ഒരു കുറവില്ലായിരുന്നു അലോപ്പതിയൊക്കെ നോക്കിയിട്ടും. പിന്നെ ഇങ്ങനെ എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ് ഇവിടുത്തെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞതും. ഇങ്ങോട്ട് വന്ന് ഡോക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ ഇങ്ങനെ കുഴപ്പമില്ല വന്നോളാൻ പറഞ്ഞു ഇവിടുത്തെ ഡോക്ടർ, രഞ്ജിത്ത് ഡോക്ടർ. എന്നിട്ട് വന്ന് സ്കാനൊക്കെ എടുത്ത് നോക്കിയപ്പോൾ സ്പൈനലിന് ഒരു 3 ബഡ്ജിങ് ഉണ്ടായിരുന്നു. അത് ഡോക്ടർ തന്നെ മസാജ് ചെയ്ത് ഒരാഴ്ചത്തെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റിലൂടെ ഇപ്പോൾ ഒരു 90% എനിക്ക് കുറഞ്ഞു.
ആയുർവേദ സ്പെഷ്യാലിറ്റീസ് മെയിൻ അതിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യാലിറ്റി ആയുർവേദ. ഒരു സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ആയുർവേദ ഡോക്ടർ തന്നെ എല്ലാ രോഗങ്ങളും എല്ലാ തരം രോഗികളെയും നോക്കാതെ അതാത് സ്പെഷ്യലൈസേഷനിലേക്ക് ഒതുങ്ങി ആ ഡോക്ടേഴ്സ് നോക്കുക. അതെന്തിനാ അങ്ങനെയെന്ന് പറഞ്ഞാൽ മറ്റൊരു ഡോക്ടർക്ക് ചിലപ്പോൾ മറ്റു രോഗങ്ങൾ നോക്കാൻ പറ്റിയേക്കാം, പക്ഷേ രോഗികൾക്ക് കൂടുതൽ ഔട്ട്പുട്ടും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതാത് സ്പെഷ്യലൈസേഷൻ വെച്ചിരിക്കുന്നത്. അതൊരു കാര്യം.